ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നേൽ തന്നെ ഒരു ഷോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാജിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ മാജിക്കൊന്നും ഇല്ലായിരുന്നു, മാത്രം കുറേ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, കുറേ ആനിമൽസിൻ്റെയൊക്കെ സൗണ്ടൊക്കെ വെച്ചിട്ട് അതുണ്ടായിരുന്നു. പിന്നെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. അല്ലാതെ വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളുള്ളവർ തീർച്ചയായിട്ടും പോകുമല്ലോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയെന്നേ ഉള്ളൂ, അവർക്ക് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ ഭയങ്കര ഡെക്കറേഷനാണ് കേട്ടോ, പക്ഷേ ഉള്ളിൽ അത്രയൊന്നും ഇല്ല സംഭവങ്ങൾ. അപ്പോൾ സെറ്റപ്പൊക്കെ കുറച്ച് കൊള്ളാം, പക്ഷേ കാണാൻ നമുക്ക് വലുതായിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അത്ര തിരക്കും ഇല്ലായിരുന്നു. നമ്മളന്ന് ഫിഷിൻ്റെ ഇത് കാണാൻ വന്നില്ല, അപ്പോൾ ആ ഒരു സെയിം ഗ്രൗണ്ടിൽ തന്നെ ഇതും വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആനിമൽസിൻ്റെയൊക്കെ രൂപങ്ങളുണ്ട്, അല്ലാതെ തന്നെ ഇങ്ങനത്തെ കുറേ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഈ ആനയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ മൃഗങ്ങൾ, ഇതിൻ്റെ സൗണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർ അവർ ചിലപ്പോൾ പേടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ടെ കുറച്ച് ശബ്ദമുണ്ട്. പിന്നെ നമ്മൾ ഷോയിലൊക്കെ കാണുന്ന പോലെ കുറേ സാധാരണ നമ്മൾ കാണുന്ന ഐറ്റംസൊക്കെ, മസാജ് ചെയ്യുന്നത്, പിന്നെ ഹൽവ സ്റ്റോറ്, പിന്നെ പലതരം വിത്തുകൾ, പിച്ചാത്തി, പിന്നെ പിള്ളേർക്ക് പറ്റിയ കുറേ സ്റ്റേഷനറി ഐറ്റംസ്, ഫാൻസി സ്റ്റോറ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ഒരു ഫാൻസി സ്റ്റോറിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ക്ലിപ്പൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ വെളിയിലത്തെ ഗ്രൗണ്ടിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റൈഡ്സൊക്കെ ഉള്ളത്. മാത്രം ഫാൻസി സ്റ്റോറിലെ കയറിയുള്ളൂ, വേറെ എങ്ങും കയറിയൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി നമ്മൾ. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, ഫുഡൊന്നും വാങ്ങിച്ചില്ല. പറഞ്ഞാൽ സ്നാക്സ്, ഗോബി ഫ്രൈ അങ്ങനത്തെയൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ റൈഡ്സൊക്കെ ഉള്ളത്. ഇവിടെ ഞാൻ ഒരു റൈഡിൽ കയറി, ബാക്കി എല്ലാവരും എല്ലാത്തിലും കയറിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. എനിക്ക് നല്ലതായിട്ട് പേടിയുള്ളതൊന്നും ഞാൻ കയറിയില്ല. അവരൊക്കെ കയറുന്ന കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ പേടിച്ചിട്ട് പിന്നെ നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല, പിന്നെ വെറുതെ കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട്
എനിക്ക് കണ്ണൂസ് ഇതിലൊക്കെ കയറുന്നത് എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. കാരണം അവൻ കരയുമോ എന്നൊക്കെ. ഇതിലവൻ കയറിയില്ല, വേറൊരു സംഭവത്തിൽ അവൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ മുറുക്കെ പിടിച്ചിരുന്ന ആളുടെ മുഖത്ത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇത് എനിക്ക് നല്ല പേടിയാട്ടോ. നമ്മൾ മേളിൽ വരെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ടെൻഷനാണ്. പിന്നെ നമ്മൾ ഇത് ട്രെയിൻ കേട്ടോ, ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. കിട്ടൂസും ഉണ്ട്, കിട്ടൂസ് പുറകിലിരിപ്പുണ്ട്. കണ്ണൻസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്ക് ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. മാത്രം നമ്മുടെ ആ ഒരു അറ്റം എത്തുമ്പോൾ മാത്രം ഒരു ചെറിയൊരു വിറയൽ പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ല, അതിൽ വലിയ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ ഒന്നിലും കയറിയില്ല. പിന്നെ അവരെല്ലാം കൂടി ഇതിൽ കയറി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് കാണുമ്പോൾ തന്നെ ഇത് നല്ല പേടിയാണ്. ഇതിൽ കണ്ണൂസ് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം അവൻ കുഞ്ഞല്ലേ. കിട്ടൂസ് പിന്നെ കുറച്ചുകൂടെ, കിട്ടൂസിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പുറത്ത് അവളതെല്ലാം മറക്കും, പേടിയൊന്നും കാണത്തില്ല അവൾക്ക്. പക്ഷേ കണ്ണൂസ് എനിക്ക് പേടിയായിരുന്നു, കരയുമോ. പക്ഷെ അവൻ ഭയങ്കര കൂളായിട്ടിരുന്നു അതിൽ. അങ്ങനെ ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തു. അത് കഴിഞ്ഞ് നമ്മളിനി പോവുകയാണ്. പിന്നെ അപ്പോൾ വലിയ സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് പിള്ളേർക്ക് പറ്റിയിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കിസ്മത്ത് ബിരിയാണി പറഞ്ഞൊരു ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബിരിയാണി കഴിക്കാൻ പോയി. പക്ഷേ അവിടെ ബിരിയാണി നമുക്ക് എല്ലാവർക്കും കൂടെ തികഞ്ഞില്ല. പിന്നെ ഉള്ളത് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. പിന്നെ വേറൊരു ദിവസം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ബിരിയാണി ആയിരുന്നു. കൂടുതലും പ്രീ ബുക്കിംഗ് അവിടെ. ഇരുന്ന് കഴിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി കട, കിസ്മത്ത് ബിരിയാണി എന്ന് പറയും. വലിയ മസാലയൊന്നുമില്ല കേട്ടോ. നമ്മൾ അന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിലും പിറ്റേ ദിവസം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ, വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഒരു മൂവിക്ക് പോയാൽ കണ്ണൂസ് അടങ്ങിയിരിക്കത്തില്ല, അതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുന്നത്. ഇതൊക്കെ നമ്മൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോസാട്ടോ. കുറച്ച് ടൈം നമ്മൾ അടിച്ചു പൊളിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ, ബൈ.